വോട്ട് ചേർത്തു. ഈ ചേർത്ത വോട്ട് ബി ജെ പിക്ക് പോയി എന്ന് ഇവർ പ്രിസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? അതെ, ഒരാൾ പാലക്കാട് ജില്ലയിലെ ഒരാൾ തൃശ്ശൂർ ജില്ലയിൽ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തു. അതെ ബി ജെ പിക്കാരൻ. ഇതെങ്ങനെ ശരിയാകും? അയാൾ സുനിൽകുമാറിനാണ് വോട്ട് ചെയ്തതെങ്കിലോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരു പെർട്ടിക്കുലർ വ്യക്തി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന്? നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ബഹളം, പ്രത്യേകിച്ച് സുനിൽകുമാറിൻ്റെ ഈ ബഹളം കണ്ടപ്പോൾ ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു, സുനിൽകുമാറേ, ഞാനവിടെ നടന്നൊരു സംഭവം പറയാം. ഭാര്യയുടെ വോട്ട് പാലക്കാടാണ്. അപ്പോൾ അവർ തൃശ്ശൂർ വന്നു. തൃശ്ശൂരും ഉണ്ട് വോട്ടർ പട്ടികയിൽ. ഇപ്പോൾ ഈ ട്രാൻസ്ഫറായി പോയത് അവിടെയുണ്ട് ഇവിടെയുണ്ട്, എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സുനിൽകുമാറിനൊരു വോട്ട് ചെയ്തിട്ട് വരാം. തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ചോരുന്നുണ്ടോ എന്നും സുനിൽകുമാർ നോക്കണം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിലെ ആൾക്കാർ മറ്റേ ആളിന് വോട്ട് ചെയ്യുക, അത് തെറ്റ് പറയാൻ പറ്റുന്നത്. വോട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇത് മനസാക്ഷി വോട്ടാണ്. ഇത്തവണ ഞാൻ അത് നാരായണൻ ചേട്ടൻ നമ്മുടെ സ്വന്തം ആളാണപ്പാ. അല്ല, അപ്പം നിങ്ങളുടെ പാർട്ടിക്കാരൻ്റെ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിലും പുള്ളിക്ക് ഗതി പിടിക്കാനൊന്നും പോണില്ല. ഞാൻ നാരായണൻ ചേട്ടൻ വോട്ട് ചെയ്യും, പാർട്ടി നോക്കാതെ. കാരണം എൻ്റെ ആവശ്യത്തിന് പുള്ളിയെ വിളിക്കാം. പുള്ളി എന്തോ ഒരു പാർട്ടിയിൽ RSP-B എന്നോ മറ്റോ പറഞ്ഞാണ് മത്സരിക്കുന്നത്. പക്ഷേ പുള്ളി ജയിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ട്, ഞാൻ വോട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ 4 പാട് വോട്ട് പോകാൻ ഈ ചേർന്ന വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടി. അങ്ങനെ ബി ജെ പി ജയിച്ചു. ഇവർക്ക് ഈ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് സഹിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കണ്ടേ, അത് കൊടുത്തുമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഇരുട്ടത്ത് അടിക്കുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കും കയറി അടിക്കാം എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാറും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, തൃശ്ശൂരല്ലാതെ വേറെ എങ്ങും ഇവർക്ക് പരാതിയില്ല. ബാക്കിയൊക്കെ അല്ല, അങ്ങനെയുണ്ടെങ്കിൽ ഈ 19 ജില്ലകളിലും ഇങ്ങനെ മാറി വന്ന വോട്ടർമാർ അവിടെ ജയിച്ച ആളുകൾക്ക് വോട്ട് കൊടുത്തെന്ന് പറയണ്ടേ അങ്ങനെ വരുമ്പോൾ? അതെ, അല്ല 19 ജില്ലകളില്ല, 19 മണ്ഡലങ്ങളിൽ. ഞാൻ ഈ തൃശ്ശൂർ ചെയ്ത കാര്യം തിരുവനന്തപുരത്തും ഇവിടെ ആറ്റിങ്ങലിലും ചെയ്യാൻ എന്താ? അവിടെയും ചെയ്യാമായിരുന്നില്ല. ഇത് നിസ്സാര വോട്ടിനല്ലേ അവിടെയും തോറ്റുപോയത്, മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും. ഇപ്പോൾ വെറുതെ ഇങ്ങനെ പറയാം എന്നൊക്കെ ഉള്ളതല്ലാതെ ഒന്നും ഒക്കാതെ 2019 തെരഞ്ഞെടുപ്പ് ആലോചിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 20-ൽ 19 സീറ്റും UDF-നായിരുന്നു. ഒരു സീറ്റ് LDF-ന് പോയി. അതൊരു കള്ളക്കളിയല്ലേ? എല്ലാം UDF-ന് പോകുമ്പോൾ ഒരെണ്ണം LDF-ന് പോയത് ഇങ്ങനെ. മഹാദേവപുരയിൽ സംഭവിച്ചല്ലോ. മഹാദേവപുരയിൽ അദ്ദേഹത്തിന് തെറ്റാണെങ്കിലും ആർഗ്യുമെൻ്റ് ഇതാണ്, 6 അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഞാൻ ലീഡ് ചെയ്തു, ഒരൊറ്റ എണ്ണത്തിലെ BJP ലീഡ് ചെയ്തുള്ളൂ, പക്ഷേ അവർ ജയിച്ചു. ഇതെങ്ങനെ? കാരണം 6-നേക്കാൾ കൂടുതൽ അതിനെ കവച്ചു വയ്ക്കുന്ന ലീഡ് 7-മത്തേൽ കിട്ടിയതുകൊണ്ടാണ്. ഈ 2019-ൽ ആലപ്പുഴ ജില്ലയിൽ LDF, അത് CPM AM ആരിഫിൻ്റെ സീറ്റ് അങ്ങനെ ജയിച്ചതാണ്. 6 നിയോജകമണ്ഡലത്തിനും ആരിഫ് പുറകിലായിരുന്നു. ചേർത്തല എണ്ണിക്കഴിഞ്ഞപ്പോൾ ആരിഫ് മുമ്പിൽ കയറി. ഈ 6-ൻ്റെ കേടും തീർത്ത് 8000 വോട്ടിന് മറ്റു ഭൂരിപക്ഷത്തിന് അയാൾ ജയിച്ചു. കള്ളക്കളിയല്ലേ? കള്ളക്കളി. എന്താ കോൺഗ്രസ്സുകാർ പറയാത്തത്? AM ആരിഫ് ജയിച്ചത് കള്ളക്കളി കൊണ്ടാണ്. അർത്ഥശൂന്യമായ കാര്യങ്ങളാണിത്. ലോക്സഭയിലും അസംബ്ലിയിലും ഒരേപോലെ തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാർ ലോക്സഭയിലെ കാൻഡിഡേറ്റ് ലോക്സഭ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ നോക്കിയിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും, നിയമസഭയിൽ വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതിനാണല്ലോ 2 തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്. ഇത് അർത്ഥശൂന്യമായൊരു ബഹളം നടത്തി നോക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അടുത്ത ബഹളം തുടങ്ങാം.